അലർജി ഉള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ വീട്ടിൽ ശ്രദ്ധിച്ചാൽ തന്നെ അലർജിക്ക് നല്ല മാറ്റം ഉണ്ടാവും. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പോലും അറിയാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അലർജി ട്രിഗർ ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് വഴി തന്നെ അലർജിക്ക് നല്ല മാറ്റം ഉണ്ടാവുന്നുണ്ട്. ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്ലാങ്കറ്റ് ആണ്. ഒരു കാരണവശാലും നിങ്ങൾ ഹെവി ആയിട്ടുള്ള ബ്ലാങ്കറ്റ് യൂസ് ചെയ്യരുത്. കാരണം അത് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മാർക്കറ്റിലൊക്കെ ഒരുപാട് വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ബ്ലാങ്കറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് നിങ്ങൾക്ക് വാഷ് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കട്ടിയുള്ള കർട്ടൻസ് അതുപോലെ കാർപ്പറ്റ്സ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. നനവ് ഉണ്ടാവാനും ഡസ്റ്റ് മാറ്റ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും ഇതുപോലെ തന്നെ ഇടയ്ക്ക് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ വളരെയധികം ഡസ്റ്റ് മൈറ്റ്സിന്റെ ഈ ഒരു ഇന്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അടുത്തതായിട്ട് നിങ്ങൾ ബെഡ്ഷീറ്റും തലയണ കവറും ഒരു 3 ഡേയ്സ് കൂടുമ്പോഴെങ്കിലും നിങ്ങൾ വാഷ് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ചൂടുള്ള വെള്ളത്തിൽ വാഷ് ചെയ്യേണ്ടതാണ്. ഡസ്റ്റ് മൈറ്റ്സിന്റെ ബോഡിയിലെ പ്രോട്ടീൻസ് വിസർജ്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും നമ്മുടെ ബെഡിൽ. അപ്പോൾ അതൊക്കെ ശ്വസിക്കുന്ന വഴിയാണ് നമുക്ക് കൂടുതലായിട്ട് ഈ അലർജി ട്രിഗർ ചെയ്യുന്നത്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇതുവഴി പറ്റുന്നതാണ്. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പൂപ്പലുകളാണ്. നനവുള്ള ഭാഗങ്ങളിലായിരിക്കും കൂടുതൽ ഈ പൂപ്പൽ ഉണ്ടാവുക. പക്ഷേ അത് കാലക്രമേണ നമുക്ക് ഫംഗസിന്റെ ഗ്രോത്ത് ഒക്കെ കൂടാനും അലർജി ട്രിഗർ ചെയ്യാനും വളരെയധികം കാരണമാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള ഏരിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചൂല് ഉപയോഗിച്ച് അടിച്ചു വരുന്നതിന് പകരം നിങ്ങൾ നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ച് ഫാനൊക്കെ നിങ്ങൾ തുടയ്ക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ പൊടി തട്ടാതിരിക്കാൻ ശ്രമിക്കുക. അതിന് പകരം നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് തുടയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ പൊടി കൊണ്ടുള്ള അലർജി നല്ല രീതിയിൽ കുറയുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റൂമിൽ പ്രത്യേകിച്ച് പുസ്തകങ്ങളൊക്കെ നിങ്ങൾ ഒരു കാരണവശാലും വാരി വലിച്ചിടാതിരിക്കാൻ നോക്കുക. ഒരു കബോർഡിനകത്ത് ക്ലോസ് ചെയ്ത് ക്ലീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കബോർഡിനകത്ത് ക്ലോസ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഈ പൊടിവെള്ളങ്ങളൊക്കെ ഉണ്ടാവാനുള്ള പൊടി ഡസ്റ്റ് ഒക്കെ വന്ന് ഇരിക്കാനുള്ള സാധ്യത വളരെയധികം കുറയുന്നതാണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ AC ഫിൽറ്റർ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ അലർജി ട്രിഗർ ചെയ്യാൻ ഇതൊരു കാരണമാവാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ കറക്റ്റ് ചെയ്യുന്നത് വഴി തന്നെ നമുക്ക് അലർജി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. 90% ആളുകൾക്ക് ഈ പൊടി കൊണ്ടുള്ള അലർജിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇതൊരു ഹാബിറ്റായി മാറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അലർജി ട്രിഗർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് നോക്കൂ, അലർജിക്ക് നല്ല മാറ്റം ഉണ്ടാവും. അലർജിയെ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു മെസ്സേജ് നിങ്ങൾ ഇന്ന് തന്നെ ഷെയർ ചെയ്തോളൂ.